സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി 12 മണി മുതൽ 2 മണി വരെ ചർച്ചയാകാമെന്ന് ധനമന്ത്രി ബാലഗോപാൽ. ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയത് ക്ഷേമ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ ബാധിച്ചുവെന്ന വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നോട്ടീസ് നൽകിയിരുന്നു. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, 12 മണി മുതൽ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചയുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെട്ടതും അനുമതി നൽകപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷം ഒരു വടി കൊണ്ടുവരുന്നു, ആ വടി കൊണ്ട് തല്ല് വാങ്ങി തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് ഭരണപക്ഷം പറഞ്ഞത്. പക്ഷേ കൃത്യമായി മറുപടി പറയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം. ഈ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഇന്നും? സംസ്ഥാനത്ത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് എന്നും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതുമായിരുന്നു മാത്യു കുഴൽനാടൻ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള പ്രാധാന്യമില്ല, അടിയന്തര പ്രാധാന്യമില്ല. പക്ഷേ സർക്കാരിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്, വസ്തുത എന്തെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനാൽ തന്നെ ചർച്ചയാവാം എന്നുള്ള നിലപാടാണ് ധനമന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 മണി മുതൽ 2 മണി വരെ സഭയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയം ചർച്ചയാകും. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മൂലമാണ്, സംസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു വിദ്വേഷ നിലപാട് മൂലമാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നുള്ളൊരു വാദമാകും സർക്കാർ നിർത്തുക. പക്ഷേ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ശമ്പളമടക്കം നൽകാനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇതിനെ നേരിടുക. എന്തായാലും ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ സഭയിൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമാകും അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സഭാ സമ്മേളന കാലയളവിൽ 4 തവണയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസം സ്പീക്കർ അത് പറയുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു നിയമസഭയുടെ കാലയളവിൽ ഇത്രയധികം അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് അവതരണാനുമതി നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സഭയും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. 15ാം കേരള നിയമസഭയിൽ ചർച്ചയ്ക്കെടുത്ത അടിയന്തര പ്രമേയ നോട്ടീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 17ആണ്. അതും ഒരു ചരിത്രമാണ്. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. എന്താണ് ഭരണ പ്രതിപക്ഷങ്ങൾക്ക് പറയാനുള്ളത് എന്ന് 12 മണി മുതൽ കേൾക്കാനാകും. മധു, ശരി. സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയമാണ്. മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. അതിന് അനുമതി കിട്ടിയിരിക്കുന്നു. 12 മണി മുതൽ 2 മണി വരെ 2 മണിക്കൂർ ചർച്ച.